നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് സാങ്കേതികമായ ബുദ്ധിമുട്ടുകളൊന്നും ക്ലാസ് തുടരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്നുകൂടെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അവസാനം നമ്മൾ പറഞ്ഞു വെച്ചെടുത്ത് തന്നെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. സോ ഇറ്റ് വാസ് അബൌട്ട് ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം വേരിയബിൾസ് ഇൻവോൾവ് ചെയ്യുന്ന ഫങ്ഷൻസിൻ്റെ കേസ്. ഒന്നിലധികം വേരിയബിൾസ് എന്നുള്ളത് നമ്മൾ ജനറലായിട്ട് പറഞ്ഞു വെച്ചെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സാമിൻ ചെയ്തതൊക്കെ ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ് ആയിരുന്നു. 2 വേരിയബിൾസ് ഇൻവോൾവ് ചെയ്യുന്ന ഫങ്ഷൻസ് ആയിരുന്നു. ബേസിക്കലി ദേ വർ ഓഫ് ദ ഫോം z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. ഇങ്ങനെയായിരുന്നു നമ്മളൊരു 2 വേരിയബിൾ ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്തിരുന്നത്. സോ ഇവിടെ ഈ z എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിളും എക്സും വൈയും ഇൻഡിപെൻഡന്റ് വേരിയബിൾസുമാണ്. This is quite similar to familiar representation of single variable functions of the form y equal to f of x. x ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും y ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളുമാണ്. തുടർച്ചയായിട്ട് നമ്മൾ പറയാൻ ശ്രമിച്ചതിന്റെ ഗ്രാഫിംഗ് ടെക്നിക്കിനെ കുറിച്ചായിരുന്നു. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സിംഗിൾ വേരിയബിൾ ഫംഗ്ഷന്റെ ഗ്രാഫ് എക്സിനെ ഒരു ആക്സിസിലും വൈനെ മറ്റൊരു ആക്സിസിലും നമ്മൾ എടുക്കുന്നു, ശേഷം നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു. സോ അവിടെ ഒരു പ്ലെയിൻ മതിയായിരുന്നു നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ. പക്ഷേ ഈ കേസിൽ എക്സും വൈയും തന്നെ 2 വേരിയബിൾസ് ഉണ്ട്. സോ ഒരു പ്ലെയിൻ അല്ലെങ്കിൽ 2 ആക്സിസ് ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ മാർക്ക് ചെയ്യാൻ തന്നെ വേണം. ശേഷം വരുന്ന ഡിപ്പെൻഡന്റ് വേരിയബിളിനെ മാർക്ക് ചെയ്യാൻ മൂന്നാമതൊരു ആക്സിസും. സോ ഒരു പ്ലെയിനിൽ ഒരിക്കലും നമുക്കൊരു 2 വേരിയബിൾ ഫംഗ്ഷന്റെ ഗ്രാഫിനെ എംബഡ് ചെയ്യാൻ കഴിയില്ല. ആയതുകൊണ്ട് തന്നെ വി യൂസ് എ 3 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പേസ്, ഒരു 3 ഡയമെൻഷണൽ സ്പേസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു 2 വേരിയബിൾ ഫംഗ്ഷന്റെ ഗ്രാഫിനെ വരയ്ക്കുക. ഇതുപോലെ നമുക്ക് 3 വേരിയബിൾ ഫംഗ്ഷന്റെ ഗ്രാഫ്, അതും റിയൽ വാല്യൂഡ് ആയിട്ടുള്ള, നമുക്ക് ഇവിടെ z എന്ന് പറയുന്ന റിയൽ നമ്പർ ആണ്. സപ്പോസ് ഇവിടെയും ഒരു വെക്ടർ ആയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനൊന്നും പറ്റില്ലായിരുന്നു. സോ ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ വിച്ച് ഈസ് ഓൾസോ എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 ഡയമെൻഷണൽ സ്പേസിൽ അതിന്റെ ഗ്രാഫ് വരക്കാം. പൊതുവെ ഇതൊരു സർഫസിന്റെ ഒക്കെ ഫോമിലേക്കാണ് വരുന്നത്. ശേഷം നമ്മൾ ഇതിനകത്ത് കണ്ടത് ഫംഗ്ഷന്റെ ലിമിറ്റിനെ കുറിച്ചായിരുന്നു. ലിമിറ്റ് കഴിഞ്ഞ് കണ്ടിന്യൂറ്റി വന്നു. കണ്ടിന്യൂറ്റി നമ്മൾ ഡിഫൈൻ ചെയ്തു, കണ്ടിന്യൂസ് ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നൊക്കെ കണ്ടു. ഈ ഒരു ഫംഗ്ഷനെ കുറിച്ച് സ്വാഭാവികമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ കടന്നു വരുന്ന ടേമാണ് ഡിഫറൻഷ്യബിലിറ്റി. സോ ഡിഫറൻഷ്യബിലിറ്റി ഓർ ഡെറിവേറ്റീവ്, നമുക്കൊക്കെ വളരെ സുപരിചിതമായ ഒരു ടേമാണ് ഡെറിവേറ്റീവ്. സോ വാട്ട് ഈസ് എ ഡെറിവേറ്റീവ്, അല്ലെങ്കിൽ വാട്ട് ഡു വി മീൻ ബൈ ഡെറിവേറ്റീവ്? ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ്സ് എ മെഷർ, ഒരു റേറ്റിന്റെ മെഷറാണ്. സപ്പോസ് വി ഹാവ് എ ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷനിൽ ദ ഡെറിവേറ്റീവ് y ഡാഷ് ഓർ എഫ് ഡാഷ് gives us a measure of rate of change of y with respect to a change in x. എന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സിൽ വരുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് വൈയിൽ എത്രത്തോളം മാറ്റങ്ങൾ വരുന്നു. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ എക്സ്. ഓക്കെ, ഇതേ ഒരു കൺസെപ്റ്റിനെ തന്നെ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം 2 വേരിയബിൾ കേസിലേക്ക്. കൺസിഡർ വി ഹാവ് എ ഫംഗ്ഷൻ z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. പക്ഷേ ആദ്യത്തെ പ്രശ്നം റേസ് ചെയ്യുന്നു, ഇവിടെ 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്. എന്ത് ചെയ്യും? z-നെ സംബന്ധിച്ചിടത്തോളം z ഡിപ്പെൻഡ്സ് ഓൺ x and z ഡിപ്പെൻഡ്സ് ഓൺ y. സോ z may change with respect to a change in x and z may change with respect to a change in y. So in fact there are 2 rates of changes. x-നെ സംബന്ധിച്ചിടത്തോളം ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് z ഉണ്ടാവാം, y-നെ സംബന്ധിച്ചിടത്തോളം ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് z ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി പറയുന്നത് 2 പാർട്സ് ആയിട്ടാണ്. And we call them the partial derivatives. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ partial derivative gives us the measure of rate of change of z with respect to x, and the second partial derivative gives the measure rate of change of z with respect to change in y. നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക ഡോ എഫ് ബൈ ഡോ എക്സ് എന്നും ഡോ എഫ് ബൈ ഡോ വൈ എന്നുമാണ്. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡോ എഫ് ബൈ ഡോ വൈ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു y. ഓക്കെ, ഇതിന് 1-2 വേറെ നൊട്ടേഷൻസ് കൂടെ ഉണ്ട്. ചിലപ്പോൾ ഇതിനെ എഫ് എക്സ് എന്നും എഫ് വൈ എന്നും എഴുതാറുണ്ട്. ചിലർ ഇതിനെ ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതും.
similarly dou y of f of xy എന്ന് എഴുതാറുണ്ട്, which is quite similar to our familiar notations of derivative. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഡെറിവേറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ഫോർമൽ ഡെഫിനിഷനാണ്. നമ്മൾ മുമ്പ് എങ്ങനെയായിരുന്നു ഡെറിവേറ്റീവ്സിനെ ഡിഫൈൻ ചെയ്തിരുന്നത്? ലിമിറ്റ് ഉപയോഗിച്ചായിരുന്നു അല്ലേ? ഒരു സിമിലർ ഡെഫിനിഷൻ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഡയറക്റ്റ് ഡെഫിനിഷനിലേക്ക് കിടക്കാം. സോ അത് നമുക്ക് സപ്പോസ് വി ഹാവ് എ 2 വേരിയബിൾ ഫംഗ്ഷൻ, സേ എഫ് ഓഫ് എക്സ് വൈ. The partial derivative of f with respect to x, denoted by dou f by dou x or fx, is defined as limit h tends to 0 f of x plus h comma y minus f of x y divided by h. എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ മേക്കിംഗ് എ സ്മോൾ ഇൻക്രിമെന്റ് ഓൺ എക്സ്. എക്സ് കോർഡിനേറ്റിൽ ചെറിയൊരു എക്സ് പാർട്ടിൽ ചെറിയൊരു ഇൻക്രിമെന്റ് വരുത്തുന്നു. ആൻഡ് വി അനലൈസ് ദ ചേഞ്ച് ആൻഡ് വി ഡിവൈഡ് ബൈ ദ ചേഞ്ച് ഇൻ എക്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ആക്ച്വലി ഗീവ്സ് ദ റേറ്റ് ഓഫ് ചേഞ്ച്. ഓക്കെ, സോ ദിസ് വാസ് ആക്ച്വലി അനലോഗസ് ടു ദ ഡെഫിനിഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ഇൻ സിംഗിൾ വേരിയബിൾ കേസ്. ഇതുപോലെ തന്നെ ഡോ എഫ് ബൈ ഡോ വൈ ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു limit h tends to 0 f of x. ഇവിടെ നമ്മൾ ഇൻക്രിമെന്റ് വരുന്നത് y-ലാണ്. f of x y plus h minus f of x y divided by h. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ഫോർമൽ ഡെഫിനിഷൻ. നമ്മളൊരു പക്ഷേ ഈ ഫോർമൽ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ടല്ല ഇതിന്റെ വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്യുക. ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണാൻ ഈ ഫോർമൽ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ടല്ല. പക്ഷേ ചിലപ്പോഴൊക്കെ നമുക്ക് ആവശ്യം വന്നേക്കാം ചില ലിമിറ്റുകൾ എക്സിസ്റ്റ് ചെയ്തെന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ ചില ഡെറിവേറ്റീവ്സ് ഇത് തന്നെയാണെന്ന് പ്രൂവ് ചെയ്യാനൊക്കെ നമ്മൾ ചിലപ്പം ഈ ഡെഫിനിഷൻസ് ഉപയോഗിച്ചേക്കാം. സോ യു കീപ് ഇൻ മൈൻഡ് ദീസ് ഡെഫിനിഷൻസ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സെൻസിൽ എങ്ങനെ ഇതിന് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് നോക്കാം. സോ സപ്പോസ് വി ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് നേരിട്ട് ഓഫ് 2 വേരിയബിൾസ്. എങ്ങനെയാണ് ഇതിൻ്റെ ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും ഇവാലുവേറ്റ് ചെയ്യാം? സോ ഡോ എഫ് ബൈ ഡോ എക്സ് ഇവാലുവേറ്റ് ചെയ്യുന്നത് സാധാരണ പോലെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. പക്ഷേ റിമെമ്പർ, കീപ് y as a constant. Similarly, dou f by dou y is evaluated by differentiating with respect to y, keeping x as a constant. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന എക്സ്പ്രഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ വൈയെ നമ്മളൊരു കോൺസ്റ്റന്റ് ആക്കി ട്രീറ്റ് ചെയ്യുന്നു. ഡോ എഫ് ബൈ ഡോ വൈ കാണുമ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, പക്ഷേ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ആൻഡ് വി വിൽ കീപ് എക്സ് ആസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, നമുക്ക് 1-2 എക്സാമ്പിൾസിലേക്ക് ഒന്ന് നോക്കാം. സപ്പോസ് വി ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy. Suppose we have f of xy equal to x square plus 2xy. അത് നമുക്ക് ഡോ എഫ് ബൈ ഡോ എക്സ് കാണാം. എങ്ങനെയാണ് ഡോ എഫ് ബൈ ഡോ എക്സ് കാണുക? വിൽ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, കീപ്പിംഗ് വൈ എസ് എ കോൺസ്റ്റന്റ്. സോ നമുക്ക് ഓരോന്നിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ആദ്യത്തെ ടേം എന്താ? സം റൂളിൻ്റെ ഡിഫറൻസിയേഷൻ്റെ. സോ വി ക്യാൻ റിവോക്ക് ഇറ്റ്. സോ ഡോ എഫ് ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്താ? 2x പ്ലസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഓഫ് 2xy. ഇവിടെ 2ഉം കോൺസ്റ്റന്റ് ആണ്. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈനെയും കോൺസ്റ്റന്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ദിസ് വിൽ ബി 2y. So dou f by dou x is nothing but 2x plus 2y or 2 into x plus y. Similarly, what is dou f by dou y? Dou f by dou y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പോലെ y ഉപയോഗിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, കീപ്പിംഗ് x as a constant. So dou f by dou y of x square എന്താ? x കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇവിടെ y യുടെ ഡിപെൻഡൻസ് ഇല്ല. സോ ഇറ്റ് വിൽ ബി 0 plus 2xy യിൽ 2ഉം കോൺസ്റ്റന്റ് ആണ്, ഈ കേസിൽ x ഉം കോൺസ്റ്റന്റ് ആണ്. സോ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 2x. So dou f by dou y is 2x. Dou f by dou x is 2x plus 2y and dou f by dou y is നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ഇവിടെ കാണാം. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു
x sin xy. x sin xy. So ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇവാലുവേറ്റ് ഡോ എഫ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ എഫ് ബൈ ഡോ വൈ അറ്റ് 2π/4. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈ എന്തായാലും ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആയിരിക്കും. അപ്പോൾ അത് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, മറിച്ച് ആ ഫംഗ്ഷൻ്റെ രണ്ട് ഫംഗ്ഷൻസിൻ്റെയും 2π/4 വാല്യൂയും കൂടെ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. സോ എന്തായിരിക്കും ഡോ എഫ് ബൈ ഡോ എക്സ്? വൈയെ കോൺസ്റ്റന്റ് ആക്കിയിട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇവിടെ നോക്കൂ, എക്സ് സൈൻ എക്സ് വൈ ആണ്. എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, സൈൻ എക്സ് വൈയും ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. സോ ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കേണ്ടി വരും. സോ ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ് ഡോ ബൈ ഡോ എക്സ് ഓഫ് സൈൻ എക്സ് വൈ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എക്സ് വൈ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു എന്താ സൈൻ എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, വൈയെ കോൺസ്റ്റന്റ് ആക്കി നിർത്തി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി കോസ് എക്സ് വൈ ഇൻറ്റു വൈ പ്ലസ് സൈൻ എക്സ് വൈ ഇൻറ്റു 1. എന്ന് വെച്ചാൽ ദിസ് ഈസ് നത്തിങ് ബട്ട് എക്സ് വൈ കോസ് എക്സ് വൈ പ്ലസ് സൈൻ എക്സ് വൈ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡോ എഫ് ബൈ ഡോ എക്സ് കിട്ടി. ഇനി ഇതിനെ 2π/4 ഇവാലുവേറ്റ് ചെയ്യണം. 2π/4 ഇവാലുവേറ്റ് ചെയ്യണം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡോ എഫ് ബൈ ഡോ എക്സ് ഓഫ് 2π/4. അപ്പോൾ ഇതാണ് ഈ കിട്ടിയ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സിനൊക്കെ 2 കൊടുക്കണം, വൈക്കൊക്കെ π/4 കൊടുക്കണം. കൊടുത്ത് എഴുതുന്ന മുമ്പ് നോക്കൂ, ഇവിടെ കോസ് ഓഫ് എക്സ് വൈ ആണ്. എക്സ് 2ഉം വൈ π/4 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? കോസ് ഓഫ് 2 × π/4 എന്ന് വെച്ചാൽ കോസ് ഓഫ് π/2 എന്ന് വരും. കോസ് ഓഫ് π/2 എന്താ? 0 ആണ്. അപ്പോൾ ഈ മൊത്തം ടേം എന്തായി പോവും? 0 ആയി പോവും. പിന്നെ ഇവിടെ എന്താ ബാക്കിയുള്ളത്? സൈൻ ഓഫ് എക്സ് വൈ ആണ്. അപ്പോൾ സൈൻ ഓഫ് 2 × π/4 എന്ന് വെച്ചാൽ സൈൻ ഓഫ് π/2 വിച്ച് ഈസ് 1. സോ ഡോ എഫ് ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ് അറ്റ് 2π/4 ഈസ് 1. സിമിലർലി ഡോ എഫ് ബൈ ഡോ വൈയുടെ വാല്യൂ π/2 π/4 നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. ഇതേ പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിളോട് നമുക്ക് ഇതിൽ അവസാനമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കാം. ഇതൊരു കൈൻഡ് ഓഫ് വേർഡാണ്, വേർഡ് പ്രോബ്ലം ആണ്. വി ഹാവ് എ പ്ലെയിൻ എക്സ് ഈക്വൽ ടു 2. ഇതൊരു പ്ലെയിൻ ആണ്. സപ്പോസ് ദ പ്ലെയിൻ എക്സ് ഈക്വൽ ടു 2 ഇന്റർസെക്ട് എ പരാബോളോയിഡ് z ഈക്വൽ ടു x² പ്ലസ് y². സോ പരാബോളോയിഡും പ്ലെയിനൊക്കെ നമുക്ക് അറിയുന്നതാണ്, എങ്ങനെയാണ് ഇതിന്റെ ഷേപ്പ് എന്നുള്ളതൊക്കെ. സോ പരാബോളോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ചിരട്ട പോലെ ഇരിക്കും. എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന പ്ലെയിന് വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള പ്ലെയിൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിരട്ടയെ ഇങ്ങനെ കുത്തനെയുള്ള ഒരു പ്ലെയിൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുക? ആ ക്രോസ് സെക്ഷൻ എന്തായിരിക്കും? ഒരു പരാബോള ആയിരിക്കും. സോ ദ പ്ലെയിൻ എക്സ് ഈക്വൽ ടു 2 intersects the paraboloid z equal to x² plus y² in a parabola. അത് പ്രത്യേകം ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇൻ എ പരാബോള. ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ടാൻജന്റ്. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് to the parabola. To the parabola at 2, 3, 13. നോക്കൂ, ഇവിടെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്ന പോയിന്റ് ഒരു 3 കമ്പോണൻസ് ഉള്ള പോയിന്റ് ആണ്, അല്ലെങ്കിൽ ഒരു 3 ഡയമെൻഷണൽ പോയിന്റ് ആണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, z ഈക്വൽ ടു x² പ്ലസ് y² എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫാണ് പരാബോളോയിഡ്. നമ്മൾ കണ്ടു, ഒരു 2 വേരിയബിൾ ഫംഗ്ഷന്റെ ഗ്രാഫ് നമുക്ക് എവിടെയാ വരക്കാൻ പറ്റുള്ളൂ? ഒരു 3 ഡയമെൻഷണൽ സ്പേസിലേ വരക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമുക്കിവിടെ ഇവാലുവേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്നത് ഒരു 3 ഡയമെൻഷണൽ പോയിന്റ് ആയത്. അപ്പം ഇവിടെ കാണാൻ നമുക്ക് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ടു ദ പരാബോളയാണ്. ഈ പരാബോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? ഈ z ഈക്വൽ ടു x² പ്ലസ് y² എന്ന് പറയുന്ന ഒരു ചിരട്ടയുടെ ഷേപ്പിലേക്കുള്ള ഒരു 3 ഡയമെൻഷണൽ ഫിഗർ ആണെന്ന് വിചാരിക്കുക. ഒരു ചിരട്ട ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുന്ന ഒരു ഷേപ്പ് ആണെന്ന് വിചാരിക്കുക. അതിനെ x ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഒരു പ്ലെയിൻ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ വിൽ ബി ഓൾമോസ്റ്റ് ലൈക്ക് എ പരാബോള. ഓൾമോസ്റ്റ് അല്ല, അതൊരു പരാബോള തന്നെയായിരിക്കും. അപ്പോൾ ആ പരാബോളയുടെ ടാൻജന്റിന്റെ സ്ലോപ്പ് ആണ് കാണേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഇങ്ങനത്തെ കേസിൽ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്
ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആണ്. നമുക്കറിയാം ഏതൊരു കർവിന്റെയും ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടാൻജന്റ് സ്ലോപ്പാണ്. ഇവിടെ നമ്മൾ എന്തുകൊണ്ട് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ മാത്രം പരിഗണിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എക്സ് കോൺസ്റ്റന്റ് ആണ്. സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഡോ സെഡ് ബൈ ഡോ എക്സ് അല്ല, ഡോ സെഡ് ബൈ ഡോ വൈ ആണ്. കാരണം ഇവിടെ എക്സ് കോൺസ്റ്റന്റ് ആണ്. എക്സിന്റെ കമ്പോണന്റിൽ എന്ത് വരുന്നില്ല, മാറ്റങ്ങളൊന്നും വരുന്നില്ല. സോ മാറ്റം വരുന്നത് ഇവിടെ മാത്രമാണ്, വൈയിൽ മാത്രമാണ്. അവിടെ മാത്രമേ പിന്നെ നമ്മൾ എന്ത് നോക്കേണ്ടുള്ളൂ, സ്ലോപ്പിനെ കുറിച്ച് ചിന്തിക്കേണ്ടുള്ളൂ. സോ ഡോ സെഡ് ബൈ ഡോ വൈ ആണ് ഇവിടുത്തെ സ്ലോപ്പ്. അത് നമുക്കൊന്ന് വെരിഫൈ ചെയ്യുകയും ചെയ്യാം. ആദ്യം ഡോ സെഡ് ബൈ ഡോ വൈ ഒന്ന് കണ്ടു നോക്കാം. എന്താ ഡോ സെഡ് ബൈ ഡോ വൈ? സെഡിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ കിട്ടുന്നത് 2y ആണ്. 2yയുടെ വാല്യൂ തന്നിട്ടുള്ള പോയിന്റിൽ എത്രയാണ് നോക്കണം. ഇവിടെ നോക്കൂ, ഇത് എക്സിന്റെ കറസ്പോണ്ടിങ് കമ്പോണന്റ് y ആണ്, ഇത് z ആണ്. സോ ഇവിടെ നമുക്ക് വൈക്ക് എന്താ ഉള്ളത്, 3 ആണുള്ളത്. സോ 2 into 3 which is 6. ഇനി നമുക്ക് ഇതിനൊന്ന് വെരിഫൈ ചെയ്യാം. വെരിഫൈ ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് മായ്ക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് z ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന പരാബോളോയിഡിനെ എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ പ്ലെയിൻ കട്ട് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ഇന്റർസെക്ഷനെ സംബന്ധിച്ചിടത്തോളം, ഇന്റർസെക്ഷനിലുള്ള പോയിന്റുകളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 2 ആവണം, z ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആവണം. സോ ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു 2 ഇൻ ദിസ് ഇക്വേഷൻ. സോ ദിസ് വിൽ ബി 2 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ which is 4 plus y square. ഇപ്പൊ എന്തായി, z is just a function of y. z ഇപ്പോൾ സാധാരണ ഒരു സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ z of y equal to 4 plus y square. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആണ്. സോ z dash of y will give us the slope of tangent. സോ ഇതെന്തായിരിക്കും, 2y. നമുക്ക് തന്നിരുന്ന പോയിന്റ് ഏതായിരുന്നു, 2 3 13 ആയിരുന്നു. അവിടെ വൈയുടെ വാല്യൂ 3 ആണ്. സോ 2 into 3 6. ഓക്കെ. സോ നമ്മൾ നേരത്തെ ചെയ്ത കാൽക്കുലേഷൻ വെരിഫൈ ചെയ്തു. സോ അവിടെ എന്തായാലും നമുക്ക് ഓർത്തിരിക്കേണ്ട ഫാക്ടർ എന്താണ്, അങ്ങനെ എക്സ് ഈക്വൽ ടു 2 അല്ലെങ്കിൽ എക്സ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന ഒരു പ്ലെയിൻ ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കിട്ടുന്ന കർവിന്റെ ടാൻജന്റ് സ്ലോപ്പ് എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. സിമിലർ നമുക്ക് ഒരൊറ്റ എക്സാമ്പിൾ കൂടെ കാണാം. Suppose equation yz minus ln z, the natural logarithm, equal to x plus y. Suppose this equation defines z as a function of x and y. As a function of x and y ആയിട്ട് ഇത് z നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ evaluate dou z by dou x and dou z by dou y. നമുക്ക് ആദ്യം ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ മുമ്പ് പഠിച്ച ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷന്റെ ടെക്നിക്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സോ നമുക്ക് ഓരോ ടേംസിനായി ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, അപ്പൊ സെഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്, അത് ഓർക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം, ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ സെഡ് മൈനസ് ഓരോ ടേംസിനെയും ചെയ്യാം, ഡോ ബൈ ഡോ എക്സ് ഓഫ് ln z equal to dou by dou x of x plus dou by dou x of y. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം. ഇത് നമുക്ക് ഇവിടെ ഓരോന്ന് നോക്കാം. വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആണ്. So dou by dou x of yz എന്താ, y into dou z by dou x ആണ്, മൈനസ് dou by dou x of ln z. ഇവിടെ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ചെയിൻ റൂൾ ഒക്കെയാണ് വരുന്നത്. ln z ന്റെ ഡെറിവേറ്റീവ് 1 by z ആണ്. പിന്നെ z ഒരു ഫംഗ്ഷൻ ഓഫ് x ആയതുകൊണ്ട് വീണ്ടും എന്ത് വരും, dou z by dou x വരും. equal to dou by dou x of x എന്താ 1. ഇവിടെ എന്താ dou by dou x of y 0, കാരണം y കോൺസ്റ്റന്റ് ആണ് when we try to differentiate with x. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, y minus 1 by z into dou z by dou x. ഒന്നുമില്ല, dou z by dou x നെ പുറത്തോട്ട് എടുത്തു, is equal to 1. അങ്ങനെയാണെങ്കിൽ
dou z by dou x equal to 1 by y minus 1 by z. Okay. So ഇത്രയും മതി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. 1 by ഇവിടെ എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് z y മൈനസ് 1 by z കൊടുക്കാൻ സെറ്റിന്റെ മുകളിലേക്ക് കൊണ്ടുപോയൊക്കെ ചെയ്യാം. അപ്പം എന്ത് കിട്ടും, z by yz minus 1 കിട്ടും. ഓക്കെ. സോ ഇതാണ് ഡോ z by ഡോ എക്സ്. ഇതുപോലെ ഡോ z by ഡോ വൈയും കൂടെ ഒന്ന് കണ്ടു നോക്കുക. സോ ഇതാണ് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷന്റെ ഒരു ടെക്നിക്ക് പാർഷ്യൽ ഡിഫറൻസിയേഷന്റെ കേസിൽ. സോ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ചെയ്യുന്ന ഡിഫറൻസിയേഷന്റെ ഒരുവിധം എല്ലാ ടെക്നിക്കുകളും നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ സ്പെഷ്യലായിട്ട് വരുന്ന ചില കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇനി നമുക്ക് പറയാനുള്ളത് ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ കുറിച്ചാണ്. ഈ ഹയർ ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ സാധാരണ ഡിഫറൻസിയേഷന്റെ കേസിലൊക്കെ പറഞ്ഞു, നമ്മളിപ്പോൾ എഫ് ഡാഷ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എഫ് ഡബിൾ ഡാഷിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. സെക്കൻഡ് ഡെറിവേറ്റീവ് നമ്മുടെ പല അനാലിറ്റിക് ടെസ്റ്റുകളിലൊക്കെ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ്സിന് ഉപയോഗിക്കാറുണ്ട്. എക്സ്ട്രീമം ടെസ്റ്റ് ചെയ്യാനൊക്കെ സെക്കൻഡ് ഡെറിവേറ്റീവിന് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇതുപോലൊരു സിമിലർ ഒരു കൺസെപ്റ്റ് നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ കേസിലുണ്ട്. സോ എന്താ ഹയർ ഡയമെൻഷൻ അല്ലെങ്കിൽ ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്? സപ്പോസ് വി ഹാവ് എ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ്. നമ്മളിതൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ഓർക്കണം, നമ്മൾ ഈ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് എല്ലാ ഫംഗ്ഷൻസിനും, അതായത് 2 വേരിയബിളോ 3 വേരിയബിളോ ആയിട്ടുള്ള എത്ര വേരിയബിൾസ് ഉള്ള ഫംഗ്ഷൻസിനും ഇതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന റിസൾട്ടുകളാണ് കേട്ടോ. സോ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു, സപ്പോസ് വി ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ. ഇതിന്റെ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും നമുക്ക് കാണാൻ അറിയാം, എന്താന്നൊക്കെ അറിയാം. ഇനിയാണ് ഇതിന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ഇതിന് ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് പരിഗണിക്കുന്നു. അപ്പൊ ഇതെന്തായാലും ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണ്, ഇതും ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണ്. സോ വീണ്ടും നമ്മൾ ഈ ഫംഗ്ഷൻസ് ഓഫ് എക്സ് വൈനെ എന്ത് ചെയ്യുന്നു, വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സോ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ്. ഓക്കെ. മറ്റൊന്ന് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ്, സോറി ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിന് എന്ത് ചെയ്തു, വീണ്ടും പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിധേയമാക്കി വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും. ഇങ്ങനെ കിട്ടുന്നതിനെ ഞാൻ പൊതുവെ ഡിനോട്ട് ചെയ്യാം ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്നാണ്. ഇതിനെ ഡിനോട്ട് ചെയ്യുക ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ആർ ദ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. പക്ഷെ ഇത് മാത്രമല്ല, ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡോ എഫ് ബൈ ഡോ വൈനെയും പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിധേയമാക്കാൻ പറ്റും. ഡോ എഫ് ബൈ ഡോ വൈയും ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. സോ ഡോ എഫ് ബൈ ഡോ വൈനെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ നമുക്ക് കിട്ടും ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ വിച്ച് വിൽ ബി, ഇനി നമ്മൾ നോട്ട് ചെയ്യുന്നത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ എന്നാണ്. പിന്നെ നമുക്ക് ഇനി ബാക്കിയുള്ളത് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ ആണ്. ഇത് നമ്മൾ നോട്ട് ചെയ്യുക ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ ആണ്. ഓക്കെ. സോ ഇതാണ് 4 സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ. ഓക്കെ. നമ്മൾ സാധാരണ ഒരു ഡെറിവേറ്റീവിന്റെ കേസിലൊക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഡെറിവേറ്റീവ്സ് ഒന്നും എപ്പോഴും എക്സിസ്റ്റ് ചെയ്തോന്നും ഒരു നിർബന്ധവും ഇല്ല. അതുപോലെ തന്നെ ഈ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സോ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒന്നും എപ്പോഴും എക്സിസ്റ്റ് ചെയ്തോന്നും നിർബന്ധമില്ല. പക്ഷേ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് അവയുടെ ഫോം. റൈറ്റ്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു എക്സാമ്പിൾ നോക്കാം. So consider a function of 2 variables, say f of xy equal to f of xy equal to say x square y. ഒരു random example എടുക്കാം നമുക്ക്. f of xy equal to x square y. നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം,
എന്നിട്ടൊരു കാര്യം പറയട്ടെ, ഇതിന്റെ നൊട്ടേഷൻ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഈ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയറിന് ചിലർ എന്ത് ചെയ്യാറുണ്ട്, എഫ് എക്സ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയറിന് ചിലർ എഫ് വൈ വൈ എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈന് ചിലർ എന്ത് ചെയ്യാറുണ്ട്, എഫ് വൈ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സിന് എന്ത് ചെയ്യാറുണ്ട്, എഫ് എക്സ് വൈ എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇവിടെ ചെറിയ വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കണം, ഓർഡറിൽ വരുന്ന ചെറിയ വ്യത്യാസം ശ്രദ്ധിക്കണം, നൊട്ടേഷൻസ് ആണെങ്കിലും നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, സോ നമുക്ക് കാണാനുള്ളത് എഫ് എക്സ് എക്സ്, എഫ് എക്സ് വൈ, എഫ് വൈ എക്സ് ആൻഡ് എഫ് വൈ വൈ. ഓക്കെ, സോ വാട്ട് ഈസ് എഫ് എക്സ്? പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സ് സ്ക്വയർ വൈയുടെ 2xy. എഫ് വൈ എന്താ? പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ, എക്സ് സ്ക്വയർ ആണ്, കാരണം എക്സ് കോൺസ്റ്റന്റ് ആണ്, എക്സ് സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. സോ ദിസ് ഇസ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കാം എഫ് എക്സ് എക്സ്? എഫ് എക്സിനെ വീണ്ടും പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിധേയമാക്കുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ വൈ കോൺസ്റ്റന്റ് ആവും. സോ 2xyയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ? 2y. ഇനി നമുക്കിവിടെ എഫ് എക്സ് വൈ കൂടെ കാണാം. അതെന്താ? എഫ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്ത് കിട്ടും? 2x കിട്ടും. സിമിലർലി എഫ് വൈ വൈ എന്താ? 0, കാരണം എഫ് വൈ ഈസ് നോ മോർ എ ഫംഗ്ഷൻ ഓഫ് വൈ. ഇവിടെ വൈയുടെ ടേംസ് ഒന്നുമില്ല. സോ എഫ് വൈ വൈ എന്താണ്? 0 ആണ്. വാട്ട് ഈസ് എഫ് വൈ എക്സ്? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? 2x കിട്ടും. റൈറ്റ്. സോ ഇതാണ് ഇതിൻ്റെ 4 സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എഫ് എക്സ് വൈയും എഫ് വൈ എക്സും ഈക്വൽ ആണ്. സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നാം ഇത് രണ്ടും എപ്പോഴും ഈക്വൽ ആവുമോ എന്നുള്ളത്. എപ്പോഴും ഈക്വൽ ആവേണ്ട ഒരു കാര്യമില്ല, എപ്പോഴും ഈക്വൽ ആവുന്നൊന്നുമില്ല. ചില സ്പെഷ്യൽ കേസുകളിൽ എഫ് എക്സ് വൈയും എഫ് വൈ എക്സും ഈക്വൽ ആയിരിക്കും. നമുക്ക് ഏതൊക്കെയാണ് സ്പെഷ്യൽ കേസുകൾ നോക്കാം. ആ സ്പെഷ്യൽ കേസുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്ത ഒരു തിയറം തന്നെയുണ്ട്. ഓയിലറാണ് അത് ഫ്രെയിം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഓയിലേഴ്സ് തിയറം ചിലപ്പോഴൊക്കെ മിക്സഡ് ഡെറിവേറ്റീവ് തിയറം എന്നും പറയുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡോ എഫ് ബൈ ഡോ എക്സ് ഡോ വൈയും ഡോ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് ഒക്കെ മിക്സഡ് ഡെറിവേറ്റീവ്സ് ആണല്ലോ. എക്സും വൈയും മിക്സ് ചെയ്തിട്ടാണല്ലോ അവിടെ ഡിഫറൻഷിയേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മിക്സഡ് ഡെറിവേറ്റീവ്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ തിയറത്തെ, മിക്സഡ് ഡെറിവേറ്റീവ്സിനെ കുറിച്ച് പറയുന്ന തിയറത്തെ ചിലപ്പോൾ മിക്സഡ് ഡെറിവേറ്റീവ് തിയറം അല്ലെങ്കിൽ ഓയിലേഴ്സ് തിയറം എന്നൊക്കെ വിളിക്കാറുണ്ട്. സോ എന്താണ് തിയറം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. സപ്പോസ് വി ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ. Say its partial derivatives fx, fy, xy and fyx are defined and continuous at a point xy and in a neighborhood or and in some open region containing xy. Then fxy equal to fyx. അല്ലെങ്കിൽ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ഈക്വൽ ടു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്. സോ അപ്പോൾ ഓയിലേഴ്സ് തിയറം പറയുന്നത് ഇതാണ്. സപ്പോസ് വി ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഓഫ് 2 വേരിയബിൾസ്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു 2 വേരിയബിൾസിൻ്റെ എക്സിൻ്റെയും വൈയുടെയും ഫംഗ്ഷൻ. ആ ഫംഗ്ഷന് ചില പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എഫ് എക്സ്, എഫ് വൈ, എഫ് എക്സ് വൈ, എഫ് വൈ എക്സ്, ഇവ 4ഉം ഒരു പോയിന്റിൽ, എക്സ് വൈ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ, നമുക്ക് എക്സ് വൈ എന്ന് വേണമെങ്കിൽ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് വിളിക്കാം. എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എന്താണ്? ഡിഫൈൻഡ് ആണ്. മാത്രമല്ല എക്സ് നോട്ട് വൈ നോട്ടും എക്സ് നോട്ട് വൈ നോട്ടിന്റെ ചുറ്റുമുള്ള ഒരു നെയ്ബർഹുഡിൽ അല്ലെങ്കിൽ ഒരു ഓപ്പൺ റീജിയനിൽ, എക്സ് നോട്ട് വൈ നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ റീജിയനിലും നമുക്ക് കിട്ടിയ എഫ് എക്സും എഫ് വൈയും എഫ് എക്സ് വൈയും എഫ് വൈ എക്സ് ഒക്കെ കണ്ടിന്യൂസും കൂടെ ആണെങ്കിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? എഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് വൈ എക്സ് എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ഈക്വൽ ടു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ എപ്പോഴാണ് നമുക്ക് ഇത് ഉറപ്പിക്കാൻ പറ്റുക? ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇത് ഉറപ്പിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആ പോയിന്റിന് ചുറ്റുമുള്ളൊരു നെയ്ബർഹുഡിൽ അല്ലെങ്കിൽ ഓപ്പൺ റീജിയനിൽ
എഫ് എക്സും എഫ് വൈയും എഫ് എക്സ് വൈയും എഫ് വൈ എക്സും ഒക്കെ ഡിഫൈൻഡും ആവണം, മാത്രമല്ല കണ്ടിന്യൂസും ആവണം. അങ്ങനെ രണ്ടും ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് എഫ് എക്സ് വൈയും എഫ് വൈ എക്സും ഈക്വൽ ആണെന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് റേസ് ടു വൈ. വെരിഫൈ whether fxy equal to fyx. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ഞാൻ ചെയ്തില്ല, നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെ എഫ് എക്സ് കാണാം, എങ്ങനെ എഫ് വൈ കാണാം, എങ്ങനെ എഫ് എക്സ് വൈ കാണാം, എങ്ങനെ എഫ് വൈ എക്സ് കാണാം ഒക്കെ നിങ്ങൾക്ക് അറിയാം. അതിനുശേഷം അത് രണ്ടും സെയിം ആണോ നോക്കിയാൽ മതി. ഇവിടെ ഞങ്ങൾക്കൊരു ഹിന്റ് തരാം. നമുക്ക് ഇവിടെ ഉള്ളത് എഫ് ഈക്വൽ ടു എക്സ് റേസ് ടു വൈ ആണ്. സോ ടേക്ക് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. സോ ലോഗ് എഫ് ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് റേസ് ടു വൈ കിട്ടും. That is log f equal to y log x. ഇപ്പോൾ പവറിലുണ്ടായിരുന്ന എക്സ് നമുക്ക് പോയി കിട്ടി. ഇനി നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അവിടെ നമുക്ക് എന്ത് കിട്ടും, 1/f dou x എന്ന് കിട്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ. സിമിലർലി ഇവിടെ എന്ത് കിട്ടും, സോ പ്രൊഡക്റ്റ് റൂളൊക്കെ ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കും. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ ആവശ്യമില്ല, കാരണം എക്സിനെ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y കോൺസ്റ്റൻറ്റും വൈനെ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻറ്റും അല്ലേ. അപ്പോൾ ഇനി നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എഫ് എക്സ് വൈയും എഫ് വൈ എക്സും കാണാം, ശേഷം രണ്ടും ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, റൈറ്റ്. സോ ദിസ് വിൽ ബി യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ അസൈൻമെന്റ്. പിന്നെ ക്ലാസ്സിനെടുക്കും നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അസൈൻമെന്റിലേക്ക് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടെ ആൻസർ ചെയ്തിട്ട് കളക്റ്റീവായി നിങ്ങളുടെ കയ്യിൽ വെക്കുക. സബ്മിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. റൈറ്റ്, താങ്ക് യു.